ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ലെവലാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ഓൺ ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളായിരിക്കും. പ്രോബ്ലംസ് ഒന്നും വലിയ കുഴപ്പമില്ല, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയുള്ള ആൾക്കാർ, അതായത് എല്ലാ തരത്തിലും ഈ ഒരു എനർജിനെ മാച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വെച്ചാൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഫസ്റ്റ്ലി നിങ്ങളോട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റോ ഫീലിങ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിരുന്നു വെച്ചാൽ ചിലപ്പോൾ ഒരു ഫിസിക്കൽ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് കണ്ടും നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടും ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻ ആയിരിക്കും. അപ്പോൾ ഒരു സെക്ഷൽ ടൈപ്പ് ഓഫ് ഒരു അട്രാക്ഷനും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം പാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടൊരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്നതോറും അയാളുടെ ഇമോഷൻസും അയാൾക്ക് നിങ്ങളോടുള്ള ആ ഒരു ഡെപ്തും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് അയാൾക്ക് എന്താണോ നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു ഇമോഷൻ അതിൽ നിന്നൊക്കെ പതുക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ അയാൾക്കിപ്പോൾ എന്താണ് നിങ്ങളോട് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അയാൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പൊ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അയാൾക്ക് നല്ല രീതിയിൽ നിങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. നേരത്തെ അതായത് ഒരു നെഗറ്റീവ് ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു സെക്ഷൽ അട്രാക്ഷൻ, അതല്ലെങ്കിൽ ഫിനാൻസും അങ്ങനത്തെ അയാൾക്ക് ഡെപ്തിലൊരു സ്നേഹം അല്ല. അപ്പോൾ അയാൾക്ക് വേറൊരു ഇത് കണ്ടുകൊണ്ടാണ് നിങ്ങളോട് അയാൾ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി അയാൾക്ക് ശരിക്കും സിൻസിയർ ആയിട്ട് അയാൾക്കൊരു സോൾ ലെവൽ ഒരു കണക്ഷൻ, അതായത് ഒരു സോൾ കണക്ഷൻ അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അയാൾക്ക് നിങ്ങളോടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്നേഹമാണ്. നിങ്ങളോട് അയാൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആസ് എ പേഴ്സൺ നിങ്ങളോട് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും അയാൾക്കൊരു ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻ എന്താണെന്നും അതുപോലെ അയാളുടെ ലൈഫിൽ എന്താണ് ആഗ്രഹിക്കുന്നതും, അതായത് അയാൾക്ക് ഇത്ര നാൾ അയാളുടെ ലൈഫിനെ പറ്റി യാതൊരുവിധ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം അതിലെല്ലാം അയാൾക്ക് എല്ലാം ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടും ഒക്കെ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സണ് ശരിക്കും ഉള്ളിൽ വളരെയധികം വിഷമമുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളോട് ഇയാളുടെ മൈൻഡ് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു മൈൻഡിലല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അയാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള രീതിയിലുള്ള ഒരു ഡെപ്തിലൊരു ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു പേഴ്സണ്, വേറൊരു ആംഗിളിൽ ഉള്ളൊരു ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ നിങ്ങളെ പറ്റിയൊക്കെ മോശമായിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ അതായത് നിങ്ങളുടെ അടുത്ത് കുഴപ്പമില്ല, പക്ഷെ വെളിയിൽ അയാൾ ചെറുതായിട്ടൊക്കെ, അതായത് അയാളുടെ ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ ആ ഒരു ആംഗിളിലുള്ള സംസാരം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അയാൾ ജെന്യൂൻ ആയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അയാൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ തന്നിട്ടുണ്ട് ലൈഫിൽ. അത് ഒരൊട്ടും സിൻസിയർ അല്ലാതിരുന്നതും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുമ്പോൾ കിട്ടുന്ന അതേപോലത്തെ ഒരു ഹെൽപ്പ് പോലും നിങ്ങൾക്ക് അയാളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും പിന്നെ അയാൾക്ക് തോന്നിയിട്ടിപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെപ്പറ്റി മോശമായിട്ടൊക്കെ അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം അതിനെയൊക്കെ പറ്റി ഓർത്തിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അയാൾക്കിപ്പോൾ ശരിക്കും നിങ്ങളോട് നല്ലൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അയാൾ ശരിക്കും
നല്ല രീതിയിൽ അയാൾക്കൊരു ഇഷ്ടം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അയാൾ കാണിച്ച ഓരോ മിസ്റ്റേക്സിനെയും അയാൾ ഓർത്ത് വിഷമിക്കുവാണ്. അയാൾക്ക് ശരിക്കും ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങളുടെ അടുത്ത് കാണിച്ച ഓരോ കാര്യങ്ങൾ ഓർത്ത് അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്താ പറയുക, അവർക്ക് നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് ഉള്ളിൽ. അപ്പോൾ അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഓരോ മിസ്റ്റേക്സിനെ ഓർത്തിട്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു രാത്രികളിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും അയാൾ ശരിക്കും വിഷമിച്ചിട്ട് തന്നെയാണ് അയാളുടെ ജീവിതം ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജിയിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലോയൽ ആയിട്ടുള്ള ഒരു സ്നേഹം ഒക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളോട്. അതായത് അയാളിപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥതയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉള്ളൊരു ലൈഫും നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു വ്യക്തിനെ സ്നേഹിച്ചിരുന്നത് അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിൽ അതേപോലത്തെ ഒരു മൈൻഡ് സെറ്റിലൊക്കെ ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും ജീവിച്ചിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ ഒരുപാട് മാറി അയാൾ നിങ്ങളിലേക്ക് വരാനും, അതായത് നിങ്ങളുടെ ഇതിൽ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും ഇത്രയും നാളും അയാളുടെ ലൈഫിൽ എന്തൊക്കെയാണോ ഏത് ആംഗിളിലാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ചിന്താഗതിയും ആ ഒരു മൈൻഡ് സെറ്റും ഒക്കെ മാറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലോട്ട് ചിന്തിക്കാനും അതേപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ നടന്ന പഴയ കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയതയുടെ ഒരു വഴിയിൽ, അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് വായിക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ, പാട്ട് കേൾക്കാൻ, അയാൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതിലോട്ട് അയാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് അയാൾക്കുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അയാൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ശരിക്കും നല്ല രീതിയിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് തന്നെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു മൈൻഡിൽ നിന്ന് ആ ഒരു ഡേർട്ടി മൈൻഡ് കംപ്ലീറ്റ്ലി മാറി ഇപ്പോൾ നല്ലൊരു മൈൻഡുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ ജീവിതത്തെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അയാൾ ഇത്രയും നാളിൽ ജീവിതത്തിന് എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഭയങ്കര പോസിറ്റീവായിട്ട്, അപ്പോൾ അയാൾക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അയാൾക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ പെടുന്നതാണ് നിങ്ങളും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലൈഫിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അയാളോട് എന്തൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തി കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണുള്ളത്. അപ്പൊ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇത് വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചാഗ്രഹിക്കുന്നത്. ആ ഒരു പേഴ്സൺ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റി മോശം സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും നെഗറ്റീവ്സ് നിങ്ങളെ പറ്റി പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യൂ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അന്ന് അവൻ അല്ലെങ്കിൽ അവള് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അതിന്റെ കൂടെ ഒപ്പം നിന്ന് ഇവളെ അതല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ ഉപദ്രവിച്ചു, അതല്ലെങ്കിൽ അതായത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ അതിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഈ ഒരു പേടി കിടക്കുന്നുണ്ട്. അതായത് നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നപ്പോൾ അയാൾക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. അതായത് ഒരു കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉള്ളത് കൊണ്ട് അപ്പൊ അത് അയാൾക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അത് അയാളുടെ പാസ്റ്റില് അയാൾ എന്തായിരുന്നു ആ ഒരു ഇതിൽ നടന്നു പോയ സംഭവങ്ങളാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു പ്യുവർ സോളാണ്. അയാളെല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇയാളിപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു പേഴ്സൺ ഒരുപാട് ചേഞ്ചസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും സംസാരിക്കണമെന്നും അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പാസ്റ്റിൽ നടന്നുപോയ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും അയാളെ അതേപോലെ തന്നെ കാണണമെന്നും നിങ്ങളോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫൊക്കെ അയാളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് സംസാരിക്കാനും കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം കാണുമെന്ന് ഉള്ളിൽ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ തരത്തിലും വരുന്നതാണ്. അപ്പോ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ജീവിതത്തിൽ ഒരു മദർലി ഫിഗർ, അതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ, അതായത് ഇപ്പോ ഈ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫെമിനന്റെ
ഒരു ഫീമെയിൽ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ അയാളുടെ ലൈഫിൽ ചിലപ്പോൾ പാസ്റ്റിൽ ഒരു ഇപ്പോൾ കേൾക്കുന്ന ആള് ഒരു ഐ മീൻ ഇപ്പോൾ ഒരു പാസ്റ്റിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് ഒരു ഫീമെയിൽ ആയിട്ടൊരു വേറൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിരിക്കും. അതല്ലെങ്കിൽ അപ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള ആ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇയാൾ ചിലപ്പോൾ ഇയാളുടെ ക്യാരക്ടർക്ക് വേറെ രീതിയിലായിട്ടുള്ളത്. അതല്ല എങ്കിൽ ഒരു ഫീമെയിൽ ഫിഗർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അമ്മയായിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ അവിടെ നിന്ന് ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വളരെ മോശമായിട്ടുള്ള, അതായത് അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചിലപ്പോൾ എന്താ പറയാ ഒരു നല്ല ഒരു അനുഭവമൊന്നും അല്ല, ചിലപ്പോൾ ഭയങ്കര റഫായിട്ടൊക്കെ ആയിരിക്കും പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ മദേഴ്സ് വുണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് മറ്റുള്ളവരോട് സ്നേഹിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത്ര സിൻസിയർ ആയിട്ടൊന്നും നിൽക്കാനും ഒന്നും പറ്റാതിരുന്നത്. അത് അയാൾക്കുള്ള അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പേടിയാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് അയാളുടെ അടുത്ത് ആ ഒരു വ്യക്തി കാണിച്ചിട്ടുള്ള ആ ഒരു ഇമോഷൻ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. പക്ഷെ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അയാൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആണ് അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ആ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളത്തെ ഒരു റിലേഷൻഷിപ്പും ഒരുപാട് അതുപോലെ നിങ്ങളുടെ ഒരു എനർജിയൊക്കെ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയൊക്കെ കിട്ടുമ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറുകയും അയാളിപ്പോൾ ഒരു മനുഷ്യനായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫീമെയിൽ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയുടെ എന്തോ അത് ചിലപ്പോൾ അമ്മയാവാം, ഗ്രാൻഡ് മേ ആയിരിക്കാം, എക്സ് ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ മാഡം ലൈഫിൽ വന്നിട്ട് ഏതും ഒരു ഫീമെയിൽ ഫിഗർ ആ നിങ്ങളുടെ പേഴ്സന്റെ. അപ്പൊ ആ ഒരു പേഴ്സണിൽ നിന്നും കിട്ടിയിരിക്കുന്ന ആ ഒരു ഇമോഷൻ കൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. അപ്പോൾ അതല്ല, അതിപ്പോൾ അയാൾ അതൊക്കെ മനസ്സിലാക്കി അയാളിപ്പോൾ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അയാൾക്ക് നിങ്ങളോട് ഇപ്പോൾ നല്ല ഡെപ്തിൽ തന്നെ സ്നേഹമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലത്തെ സെയിം ഒരു റിലേഷനൊക്കെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്, നിങ്ങളുടെ കൂടെ കുറേ നാൾ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു കംഫേർട്ടും, ഇത്രയും നാൾ അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഓരോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അയാൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയൊക്കെ ഫീൽ ചെയ്യുമ്പോഴും. അപ്പോൾ ശരിക്കും ഇപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളെ കണ്ട ആ ഒരു ആംഗിളിൽ നിന്ന് ശരിക്കും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും, ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അയാൾ ചെയ്തിട്ടുള്ളതും എന്നൊക്കെ നിങ്ങളോട് സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളൊരു ലൈഫ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.